ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് തൈര് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ഞാനൊരു ബൗളിലേക്ക് 1.5 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കട്ടയെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇതിൽ തീരെ കട്ട ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് 1.5 കപ്പ് തൈര് എടുത്തില്ലെങ്കിൽ 1.5 കപ്പ് വെള്ളം തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തത്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, 2 വറ്റൽമുളക്, പിന്നെ ഒരു 8 ചെറിയുള്ളി കേട്ടോ. ഇനി ഒരു പാൻ ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കട്ടെ. കാരണം ഇത് ഒരുപാട് കളറ് മാറുമ്പോൾ നമ്മളെ ഒരു കറിൻ്റെ കളറും മാറും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇവിടെ ഒന്ന് വഴഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ ഈ ഉള്ളി ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒരു തൈര് മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു തൈര് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് പിരിഞ്ഞു പോകും. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് കുറവുള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ തൈര് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു 7 ഡിഷിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. പിന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമായും ചെയ്യും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാകാൻ പറ്റും. മിനിറ്റുകൾക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു തൈര് കറി റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്